ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊച്ചിക്കാരുടെ അല്ലെങ്കിൽ എറണാകുളംകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടാണ്. ബീഫ് ഉലത്തിയത്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന റെസിപ്പിയാണിത്. പക്ഷേ അത്രയും ടേസ്റ്റിയാണ് ഈ സംഭവം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ബീഫ് വേവിച്ചെടുക്കുകയാണ്. 3/4 കിലോ എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് ഇഞ്ചി, 10 പീസ് വെളുത്തുള്ളി, ഇത് രണ്ടും ക്രഷ് ചെയ്ത് ചേർക്കാം. ഒരു പച്ചമുളക്, പിന്നെ വലിയ സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഫിൽ ഒരു 3 വിസിലിന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ബീഫ് അനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ കൈ കൊണ്ട് തന്നെ തിരുമ്മണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കാര്യമില്ല. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 180 ഗ്രാം ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കണം. ചതയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് കത്തി ഉപയോഗിച്ച് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഉള്ളി കിട്ടിയില്ലെങ്കിൽ മാത്രം സവാള ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുത്താൽ മതി. ഉള്ളിയുടെ ടേസ്റ്റ് പിന്നെ ഒരു പറയണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, വേറെ ഓയിൽ ഇതിന് ചേരില്ല. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റണം. ഈ ഒരു രീതിയിൽ ബീഫ് ഉലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നിട്ട് നന്നായിട്ട് ഈ ബീഫൊന്ന് മുരിഞ്ഞിങ്ങനെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ ഈ ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർക്കണം. ഇപ്പോൾ ചതച്ച മുളക്, ക്രഷ്ഡ് മുളക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ആ സംഭവം ചേർക്കണം, ഒരു 3 ടീസ്പൂണ്. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നമ്മുടെ ഈ ഒരു ബീഫ് ഉലത്തി നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു മീറ്റ് മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയും പിന്നെ സവാള, പിന്നെ അതിൻ്റെ ആ ഒരു ഫുൾ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് മൂടി വെച്ച് വേവിക്കരുത്, ഒരു മീഡിയം തീയിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കാരണം അടി പിടിക്കില്ല, അത്യാവശ്യം ഇപ്പം വെള്ളമുണ്ട് ഇതിനകത്ത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടമാവും. ഈ കറിയിൽ ബീഫ് മാത്രമായിട്ട് ഇതുപോലെ വെക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. തേങ്ങാക്കൊത്ത് ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ചാറ് മുഴുവൻ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇറച്ചി ഉലത്തിയത് റെഡിയാവുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം ബീഫ് ഉലത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി മതിയാവും. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ടു, ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
നമ്മുടെ ഇറച്ചി ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സംഭവം ഫിനിഷ് ചെയ്യാം. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി എണ്ണ കൂടുതൽ ആവശ്യമുള്ള കറിയാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല. വീട്ടിൽ ഞങ്ങൾ പെരുന്നാളിനും പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാ വീക്കിലി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഇറച്ചി ഉലത്തിയത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യണം. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.